ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നടൻ ജയറാമിന് സാക്ഷിയാക്കും. ജയറാമിൽ നിന്ന് മൊഴിയെടുക്കാൻ പ്രത്യേക സംഘം സമയം തേടി. സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലെത്തിച്ചുള്ള പൂജയിൽ ജയറാം പങ്കെടുത്തതിലാണ് മൊഴിയെടുക്കുന്നത്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേർന്നു. ഡാൻ, നടൻ ജയറാം ഇതിൽ സാക്ഷിയാവാനുള്ള സാഹചര്യം വളരെ വ്യക്തമായി നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ചെന്നൈയിലുള്ള വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഈ കേസിലെ പ്രധാന പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി, ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ അദ്ദേഹത്തിന്റെ നടൻ ജയറാമിന്റെ വീട്ടിലെത്തിച്ച് പൂജ നടത്തിയ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് ജയറാം നടത്തിയ പ്രതികരണം നമ്മൾ കേട്ടതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയാം, ശബരിമലയിൽ ദർശനം നടത്തിയ സമയത്തൊക്കെ പലതവണ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. സ്വാഭാവികമായും ഐശ്വര്യം വരും എന്ന് തന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചതിനാലാണ് ഈ പൂജ നടത്തിയതെന്നൊക്കെ അന്നത്തെ പ്രതികരണത്തിൽ ജയറാം പറഞ്ഞിരുന്നു. ഇപ്പോഴെന്തായാലും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് SITയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നടൻ ജയറാമിനെ സാക്ഷിയാക്കാൻ പോകുന്നു, അല്ലേ? ശബരിമലയിൽ തുടർച്ചയായി എല്ലാ വർഷവും ഈ ഭക്തിയോടെ എത്തുന്ന ഒരാളാണ് ജയറാം. ആ ജയറാം വലിയ തരത്തിൽ അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അതിന്റെ ഭാഗമാകാൻ എപ്പോഴും ജാഗ്രത പുലർത്തുന്ന ഒരാൾ കൂടിയാണ്. ജയറാമിന് നേരത്തെ തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സൗഹൃദമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ചിത്രങ്ങളടക്കം നേരത്തെ പുറത്തു വന്നതാണ്. അപ്പോൾ നടൻ ജയറാം തന്നെ പ്രതികരിച്ചതാണ്, ഇതിന് പിന്നിൽ ഇങ്ങനെയൊരു തട്ടിപ്പുള്ള കാര്യം, അല്ലെങ്കിൽ പോറ്റി ഇങ്ങനെയൊരു തട്ടിപ്പിന്റെ ഭാഗമാണെന്നുള്ള കാര്യം തനിക്ക് അറിയത്തില്ലായിരുന്നു. തന്റെ അടുത്ത് ശബരിമലയിലെ ഒരു സ്പോൺസർ എന്ന നിലയിൽ മാത്രമാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ജയറാം തന്നെ വ്യക്തമാക്കിയതാണ്. അതിനിടയിലാണ് അന്വേഷണ സംഘം ജയറാമിൽ നിന്ന് മൊഴിയെടുക്കാനുള്ള സാവകാശം തേടിയിരിക്കുന്നത്. അതോടൊപ്പം ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ ചെന്നൈയിൽ എത്തിച്ച് നടത്തിയ പൂജയിൽ ജയറാം കൂടി പങ്കെടുത്തിരുന്നുവെന്ന കാര്യം നേരത്തെ അന്വേഷണ സംഘവും സ്ഥിരീകരിച്ചിരുന്നു. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ശബരിമലയിൽ നിന്ന് ഈ സ്വർണ്ണപ്പാളി ഇവിടേക്ക് എത്തിച്ചു. അത് കൃത്യമായി ഈ എന്ത് കാര്യം പറഞ്ഞാണോ അവിടെ നിന്ന് ചെന്നൈയിലേക്ക് കൊണ്ടുവന്നത്, ആ രീതിയിലായിരുന്നില്ല അതിന്റെ കൃത്യമായ വിനിയോഗം എന്ന് വ്യക്തമാക്കാനായി ജയറാമിന്റെ മൊഴി അടക്കം രേഖപ്പെടുത്തുന്നതിലൂടെ ആ വാദത്തിന് ശക്തി പകരും എന്നുള്ള ഒരു വിലയിരുത്തലാണ് SIT. അതുകൊണ്ട് തന്നെയാണ് നടൻ ജയറാമിനെ കൂടി ഈ കേസിൽ സാക്ഷിയാക്കാനുള്ള ഒരു നീക്കം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ജയറാമിന്റെ മൊഴി രേഖപ്പെടുത്താനായി അദ്ദേഹത്തിന്റെ സാവകാശം തേടിയിരിക്കുന്നത്. പക്ഷേ അത് എപ്പോഴാകുമെന്നോ എവിടെ വെച്ചാകുമെന്നോ ഉള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. വൈകാതെ അത് സംബന്ധിച്ചൊരു ധാരണയുണ്ടാകും. എന്തായാലും മൊഴി രേഖപ്പെടുത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് SIT എത്തിയിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന പത്മകുമാറിന്റെ ആറന്മുളയിലുള്ള വീട്ടിൽ SIT സംഘം, അന്വേഷണ സംഘം കൃത്യമായ പരിശോധന നടത്തുന്നു. അവിടെ നിന്ന് സാമ്പത്തിക രേഖകൾ അടക്കം സംബന്ധിച്ച ചില വിശദാംശങ്ങൾ, രേഖകൾ SITക്ക് ലഭ്യമാകുന്നു. ഇപ്പോൾ ഇതാ പാസ്പോർട്ട് അടക്കം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. ഇത് എന്തിനുള്ള നീക്കമാണ് SITയുടെ ഭാഗത്തുനിന്ന്? പത്മകുമാറിന്റെ 2019 മുതലുള്ള സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വിശദമായ പരിശോധന തുടരുകയാണ് SIT. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഏതാണ്ട് 12 മണിക്കൂറോളം നീണ്ട ഒരു പരിശോധന പത്മകുമാറിന്റെ വീട്ടിൽ, ആറന്മുളയിലെ വീട്ടിൽ നടന്നത്. ആ പരിശോധനയ്ക്കിടയിലാണ് ഈ പാസ്പോർട്ട് അടക്കം പിടിച്ചെടുത്തിരിക്കുന്നതെന്നാണ് വിവരങ്ങൾ. പത്മകുമാർ നടത്തിയ വിദേശ യാത്രകൾ സംബന്ധിച്ച വ്യക്തതയ്ക്ക് വേണ്ടിയുള്ള നീക്കമാണ് SIT നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കാളിയായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം പത്മകുമാറിന്റെ കുടുംബാംഗങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ, പ്രത്യേകിച്ച് ഭാര്യ അടക്കമുള്ളവരുടെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയും SIT ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ അടിസ്ഥാനം എന്തായിരുന്നു? അത് ഈ ശബരിമലയിൽ നിന്ന് വിവിധ ഘട്ടങ്ങളിലായി ഈ സ്മാർട്ട് ക്രിയേഷൻസിനെ കൈമാറാൻ എന്ന പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ട ഈ ദ്വാരപാലക ശില്പം, അല്ലെങ്കിൽ വാതിൽപ്പാളി, കട്ടളപ്പാളി, ഇത് കൊടുത്തുവിട്ടപ്പോൾ അത് ഉരുക്കിയെടുത്ത സ്വർണം തന്റെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി അതിൽ നിന്ന് മാറ്റിയെടുക്കുകയും അതിന്റെ ഒരു വിഹിതം പത്മകുമാറിന്റെ അക്കൌണ്ടിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് കണ്ടെത്തുക എന്നതാണ് പ്രധാനപ്പെട്ട ദൌത്യം. അതിന്റെ ഭാഗമായിട്ടാണ് ഇരുവരുടെയും സാമ്പത്തിക സ്രോതസ്സുകൾ, അക്കൌണ്ടുകൾ അതടക്കം വിശദമായി തന്നെ SIT പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ സുപ്രധാനമായ ഒരു കാര്യം, പത്മകുമാറിന്റെ ചില ഭൂമി ഇടപാടുകളിൽ SITക്ക് സംശയം തോന്നുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അവിടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഭൂമി ഇടപാടുകളുമായി ബന്ധമുണ്ടോ എന്ന് കണ്ടെത്താനുള്ള ഒരു പരിശോധന കൂടി ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ആരംഭിച്ചിരിക്കുന്നത്. ശരി, എന്തായാലും ഡാൻ കുര്യനാണ് വാർത്തയുടെ വിശദ വിവരങ്ങൾ നൽകിയത്.